ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ന്യൂ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ സീനിയേഴ്സ് എല്ലാവരും കൂടി മെലീനേന അവിടെ നിന്ന് പറഞ്ഞഴക്കാനായിട്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ടേക്ക് പോയി കയറി വരും. എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. പക്ഷേ അതിനു മുമ്പ് തന്നെ നമ്മുടെ ലിയു ചാടിക്കേറി, സീനിയേഴ്സ് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാണ്ട് മെലീനേന വഴക്കൊന്നും പറയണ്ട, ഈ ഐഡിയ എല്ലാം ഉണ്ടാക്കിയത് ഞാനാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സീനിയേഴ്സിന് വല്ലാത്ത ദേഷ്യമൊക്കെ വരും. ഓ, അപ്പോ ഇതെല്ലാം നിന്റെ ഐഡിയ ആയിരുന്നല്ലേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി, നിനക്ക് നല്ല ജലസുണ്ട്. ഫെയിനെ കാണാനും ഭംഗിയാണ്, അവളുടെ ബോഡിയും നല്ല സെക്സിയാണ്. ആ സെക്സി ബോഡി ആരും കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം സെലക്ട് ചെയ്തത്? ശരിക്കും നിനക്ക് നല്ല ജലസുണ്ട്. നിന്നേലും കാണാൻ ഭംഗി ഫെയ്യാണല്ലോ. നിന്നെ കാണാൻ ഭംഗിയില്ലാന്ന് പറഞ്ഞ് നീ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് വന്നവളല്ലേ, അതുകൊണ്ട് നിനക്ക് നല്ല കുശുമ്പുണ്ടെന്നും പറഞ്ഞിട്ട് സീനിയേഴ്സ് ഭയങ്കരമായിട്ട് ലിയുനെ കളിയാക്കാനായിട്ട് തുടങ്ങും. അപ്പൊ തന്നെ ലിയു, നിങ്ങൾ ഇങ്ങനെ ഒന്നും അറിയാണ്ട് സംസാരിക്കുന്നത് അത്രക്ക് ശരിയൊന്നുമല്ല. നിങ്ങൾ തരുന്നത് ഭയങ്കര ഷോർട്ട് ഡ്രസ്സാണ്. അത് ഇടാനായിട്ട് താല്പര്യമുണ്ടെങ്കിലല്ലേ ഞങ്ങൾക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ ഞങ്ങളെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഞങ്ങളെ ഒരു പ്രൊഡക്റ്റ് ഒന്നുമല്ല, ഹ്യൂമൻ ബീയിങ് ആണ്. ഞങ്ങളും മനുഷ്യർ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കും ഇഷ്ടാനിഷ്ടങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സുകൾ മാത്രമേ ഞങ്ങൾക്ക് ഇടാനായിട്ട് പറ്റുള്ളൂ. നിങ്ങൾ തരുന്ന ഷോർട്ട് ഡ്രസ് ഒന്നും ഞങ്ങൾക്ക് ഇടാനായിട്ട് പറ്റില്ല. ആ ഷോർട്ട് ഡ്രസ് ഇട്ടില്ലെങ്കിൽ ഇപ്പോ ഇവിടെ എന്ത് പ്രോബ്ലമാണ് നടക്കാൻ പോകുന്നതെന്ന് ഞാൻ ചോദിക്കും. കാശ് കിട്ടണമെങ്കിലേ നിങ്ങൾ ഇതേപോലുള്ള ഷോർട്ട് ഡ്രസ് ഒക്കെ ഇടണം. ഇന്നലെ കിട്ടിയ കളക്ഷൻ ഒന്നും ഇന്ന് കിട്ടിയില്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ മൂടിക്കെട്ടി നടന്നാലേ ഇവിടെ കസ്റ്റമേഴ്സ് വരികയുമില്ല, നിങ്ങൾക്ക് ടിപ്സ് കിട്ടുകയുമില്ല. കാശ് സമ്പാദിക്കണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറണമെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഡോളിക്ക് വല്ലാത്ത ദേഷ്യം വരും. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? കാശിന് വേണ്ടിയിട്ട് ഞങ്ങൾ എന്തും ചെയ്യണമെന്നോ? ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സൊന്നും ഞങ്ങൾ ഇടില്ല എന്ന് പറയും. അപ്പൊ തന്നെ മെലീനയും, അതെ, എത്ര വർഷങ്ങളായി ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറയുന്നു. ഞങ്ങളെ ശരിക്കും നിങ്ങളൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഹ്യൂമൻ ബീയിങ് ആയിട്ട് കണ്ടിരുന്നെങ്കിൽ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുമായിരുന്നു. നിങ്ങൾ ശരിക്കും ഒരു മനസാക്ഷി ഇല്ലാത്ത ആളുകളാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ഓരോരുത്തരായിട്ട് നമ്മുടെ പെൺപിള്ളേർക്ക് സപ്പോർട്ട് നിൽക്കാനായിട്ട് തുടങ്ങും. ബോയ്സ് ഉൾപ്പെടെ ലിയുനൊക്കെ സപ്പോർട്ട് ചെയ്യും. ഇത് കാണുമ്പോൾ സീനിയേഴ്സിന് ഒട്ടും ഇഷ്ടപ്പെടില്ല. ലിയു, ഇതിനെല്ലാം കാരണം നീയാണെന്നും പറഞ്ഞിട്ട് ലിയുനെ തല്ലാനായിട്ട് പോകും. അപ്പൊ തന്നെ ബോയ് ഇടയ്ക്ക് കയറി സീനിയറിനെ തള്ളി മാറ്റും. നിങ്ങൾക്ക് ആരെങ്കിലും തല്ലിയേ മതിയാവൂ എന്നുണ്ടെങ്കിൽ എന്നെ തല്ലിക്കോന്നും പറഞ്ഞിട്ട് സീനിയറിന്റെ ഫ്രണ്ടിൽ നിൽക്കും. ആ ടൈമിന് മാർക്കും, ശരിയാണ് ലിയു പറഞ്ഞത്, അവർക്ക് ഇഷ്ടമില്ലാത്ത ഡ്രസ്സ് നിങ്ങൾ എന്തിന് അവരെ കൊണ്ട് നിർബന്ധിച്ചിടിക്കണം? ക്യാഷ് ഒന്നും ഇവിടെ ഒരു മാറ്ററേ അല്ല. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് അവരിടട്ടെ എന്ന് പറഞ്ഞിട്ട് മാർക്ക് ഉൾപ്പെടെ ലിയുനൊക്കെ സപ്പോർട്ട് ചെയ്യാനായിട്ട് തുടങ്ങും. സംഗതി അങ്ങനെ വഷളായി തുടങ്ങുവാണെന്ന് മനസ്സിലാവുമ്പോ തന്നെ വേറെ സീനിയേഴ്സ് ഒക്കെ ഇവരുടെ ഇടയിലേക്ക് വരും. എന്തായാലും ലിയു പറയുന്നതിൽ കാര്യമൊക്കെയുണ്ട്. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ഇടട്ടെ. ക്യാഷ് ഒന്നും ഇവിടെ ഒരു മാറ്ററേ അല്ല. എന്തായാലും അധികം കുറവൊന്നും അല്ല കിട്ടിയിട്ടുള്ളതും. അതുകൊണ്ട് അവരുടെ ഇഷ്ടത്തിന് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയും. പക്ഷെ മറ്റേ സീനിയറിനാണെങ്കിൽ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. ആ ടൈമിന് ഫ്രണ്ടും വന്ന് നിന്ന് ഒന്ന് രഹസ്യത്തില്, എന്തായാലും നീ ഒന്ന് ചുറ്റും നോക്കിയേ, എല്ലാവരും ലിയുനൊക്കെയാണ് സപ്പോർട്ട് നിൽക്കുന്നത്. ആ ടൈമിന് നമ്മൾ എതിർത്ത് നിന്ന് കഴിഞ്ഞാല് എല്ലാവരും നമ്മൾക്കെതിരെയാകും. അത് നീ മനസ്സിലാക്കണമെന്ന് പറയും. പിന്നെ ആ സീനിയറും വേറെ നിവൃത്തിയില്ലാണ്ട് എല്ലാത്തിനും ഓക്കെ അടിക്കും. അങ്ങനെ ലാബാറും കണ്ടിന്യൂ ചെയ്യും. അങ്ങനെ നൈറ്റും ആകും. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നേരത്തെ പോലുള്ള സെക്സി ഡ്രസ്സുമല്ല, ക്യൂട്ട് ഡ്രസ്സുമല്ല, അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള നോർമൽ ഡ്രസ്സിൽ സർവ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങും. ആ ടൈമിന് ലിയു നേരെ സീനിയറിന്റെ അടുത്തേക്ക് ചെല്ലും. സീനിയർ, ഇന്ന് എത്ര രൂപ കളക്ട് ചെയ്തു എന്ന് ചോദിക്കും. ഇവിടെ ക്യാഷിന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല ലിയു. ഇത്രയും വർഷത്തിനിടയിൽ ഈ ഒരു ഫെസ്റ്റ് ഇത്രയും എൻജോയ് ചെയ്തിട്ടേ ഇല്ല. അത്രക്കും ഞാൻ ഹാപ്പിയാണ്. ഇതിനെല്ലാം കാരണം നീയാണ്. എന്തായാലും നീ ഇനി അധിക നേരം ഇവിടെ നിൽക്കണ്ട. ബാക്കിയുള്ള കാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കോളാം. ഇന്നേ അടിപൊളി ഒരു ഫയർ വർക്ക്സ് നടക്കാൻ പോകുന്നുണ്ട്. അതും ഭയങ്കര റൊമാൻറ്റിക് ആയിരിക്കും എന്നാണ് പറയുന്നത്. നീ ആരെങ്കിലും വിളിച്ചുകൊണ്ട് പോയിട്ട് ഫയർ വർക്ക്സ് കാണാൻ നോക്കുന്ന പറയും. അപ്പൊ തന്നെ ലിയോ, അതിനെനിക്ക് ലവറുമില്ല, ഒരു പാർട്ട്ണറുമില്ല. അപ്പൊ പിന്നെ ഞാൻ ആരുടെ കൂടെ പോവാനാണ്? എന്തായാലും ഞാൻ ഫെയിനെ പോയി കണ്ടിട്ട് വരാന്ന് പറയും. ആ ടൈമിന് പെട്ടെന്ന് മിമി അങ്ങോട്ടേക്ക് വന്നിട്ട്, ലിയു നീ എന്തായാലും ഫെയുടെ അടുത്തേക്ക് പോകണ്ട, ഞാൻ അവിടെ പോയി ഇരുന്നോളാം. നീ ഇവിടെ വേറെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് നോക്കിക്കോന്ന് പറയും. പെട്ടെന്ന് മാർക്ക് അങ്ങോട്ടേക്ക് വന്ന്, ദേ ഇവിടെയുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെക്കാനായിട്ട് ഒരു ഹെൽപ്പ് വേണം, നീ എന്റെ കൂടെ വരുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ തന്നെ ബോയ് ഇടക്ക് കയറും. അവളാ, നിങ്ങൾ എങ്ങോട്ടും വിളിക്കണ്ട, ഇവിടെയുള്ള സാധനങ്ങളെ ഞാനും ലിയോയും കൂടി എടുത്തു വെച്ചോളാന്ന് പറയും. ഇത് കേൾക്കുന്ന മാർക്കും,
എന്ത് നിങ്ങൾ രണ്ടുപേരും കൂടിയോന്ന് ഇങ്ങനെ ചോദിക്കും. അതെ, ഞങ്ങൾ രണ്ടുപേരും കൂടി. എന്താ, നിനക്ക് വല്ല പ്രോബ്ലം ഉണ്ടോന്നും ചോദിച്ച് ബോയ് ലിയുനെയും കൂട്ടി മുന്നോട്ട് നടക്കും. ഇത് കാണുമ്പോ ആ നേരെ സീനിയേഴ്സിന്റെ അടുത്തേക്ക് വരും. 8 മണിക്കല്ലേ ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ടൈം വരെ രണ്ടുപേരും ഇവിടെ തന്നെ ചുറ്റിക്കറങ്ങി നടന്ന് എന്തെങ്കിലും ചെയ്താൽ മതിയായിരുന്നു എന്നും പറഞ്ഞിട്ട് രണ്ടുപേരെയും ഒരുമിപ്പിക്കാനായിട്ട് ആൻ എന്തോ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ഫ്രീനെ കാണിക്കാണ്. പുള്ളിക്കാരുടെ ബോധമൊക്കെ തെളിഞ്ഞ് ഇപ്പോഴാണ് എഴുന്നേൽക്കുന്നത്. ഞാനിത് എവിടെയാണ്, ക്ലിനിക്കിലാണോ, ഇന്ന് ആരാ ഇവിടെ കൊണ്ടുവന്നതെന്നും ചോദിച്ച് പയ്യെ തിരിയും. അവിടെയാണെങ്കിലോ ഷാ ഇരിക്കുന്നുണ്ടാകും. ഓ ഷാ, നിങ്ങളാണോ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു വന്നത്? എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല, പെട്ടെന്നൊരു ബോധക്ഷയം വന്നു. ഞാൻ കാരണം നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടായല്ലേ? എന്നോട് നിങ്ങൾ എല്ലാവരും ക്ഷമിക്കണം. അതുമല്ലാണ്ട് എനിക്ക് ബോധം തെളിഞ്ഞ് എഴുന്നേൽക്കുന്നവരെ ഇവിടെ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു. എനിവേ താങ്ക്സ് എന്നും പറഞ്ഞിട്ട് എല്ലാവരുടെ അടുത്തും ഐസ് വെക്കുന്ന പോലെ ഷായുടെ അടുത്തും പുള്ളിക്കാരി ഐസ് വെച്ചുകൊണ്ടിരിക്കും. ആ ടൈമിന് ഷായും, അതൊന്നും കുഴപ്പമൊന്നുമില്ല, എനിക്ക് നിന്റെ അടുത്ത് പ്രൈവറ്റ് ആയിട്ടൊന്ന് സംസാരിക്കണമായിരുന്നു. അതുകൊണ്ടാണ് നിന്റെ ബോധം തെളിയുന്നവരെ ഞാൻ ഇവിടെ ഇരുന്നത്. എനിവേ ഞാൻ എന്തായാലും കാര്യത്തിലേക്ക് കടക്കാം. നീ എന്തിനാണ് നിന്നെ തന്നെ വീക്കാക്കി ബോധം കെട്ട് വീണതെന്ന് ഇങ്ങനെ ചോദിക്കും. എന്ത്, ഞാൻ കാരണം ഞാൻ തന്നെ ബോധം കെട്ട് വീണെന്നോ? എന്തൊക്കെയാ ഷാ നിങ്ങൾ ഈ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഞാൻ നിന്നെ രാവിലെ മുതൽ തന്നെ നോട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. നീ ലിയുനെ ഫേമസ് ആക്കാന്ന് പറഞ്ഞില്ലേ? അപ്പൊ മുതൽ എനിക്ക് നന്നായിട്ട് നിന്റെ മേത്ത് ഡൗട്ട് അടിച്ചതാണ്. അപ്പൊ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിച്ചു തുടങ്ങി. രാവിലെ മുതൽ പച്ചവെള്ളം പോലും നീ കുടിച്ചിട്ടില്ല. നിനക്ക് ആരെയും ഹെൽപ്പ് ചെയ്യാനായിട്ട് താല്പര്യമില്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യില്ല എന്ന് പറഞ്ഞാ പോരെ? എന്തിനു വേണ്ടിയിട്ടാണ് ലിയുനെ ഹെൽപ്പ് ചെയ്യാന്നും പറഞ്ഞ് നീ മുന്നോട്ട് വന്നത്? അതുമല്ലാണ്ട് രാവിലെ മുതൽ നീ പച്ചവെള്ളം കുടിക്കാണ്ട് വെയിലത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് നീ നിന്റെ ബോഡി തന്നെ വീക്കാക്കി. അങ്ങനെയാണ് നീ ബോധം കെട്ട് വീണത്. ശരിക്കും പറഞ്ഞാൽ നീ എല്ലാവർക്കും പ്രോബ്ലം കൊടുക്കാനായിട്ടാണ് ശ്രമിച്ചത്. എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. എന്താ ഷാ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയും. എന്തായാലും നീ ഇങ്ങനെയൊക്കെ ചെയ്തതിൽ ലിയുന് തന്നെയാണ് നല്ല പേര് കിട്ടിയത്. പക്ഷെ നീ ഉദ്ദേശിച്ച പോലെ വളഞ്ഞ വഴിയിലല്ല, നേർവഴിയിലൂടെയാണ്. നീ ബോധം കെട്ട് വീണത് കൊണ്ട് തന്നെ അവള് സീനിയേഴ്സിന്റെ അടുത്ത് എതിർത്ത് സംസാരിച്ചു. അവളുടെ കാര്യങ്ങളെല്ലാം അവള് നേടിയെടുത്തു. എല്ലാവരും ലിയുനെ സപ്പോർട്ട് ചെയ്ത് അവളെ ഇപ്പൊ ഫേമസ് ആക്കി എന്നും പറഞ്ഞ് ആ ഒരു ബൂത്തൊക്കെ അടിപൊളിയായിട്ട് പോയില്ലേ? അതിന്റെ ഓരോ ഫോട്ടോഗ്രാഫും കമന്റ്സ് ഒക്കെ കാണിച്ചു കൊടുക്കും. പിന്നെ ഇതിനിടയിൽ ഒരു കാര്യം കൂടി എനിക്ക് മനസ്സിലായി. മോ അങ്ങനെയൊന്നും ചെയ്യുന്ന ഒരാളല്ല. ശരിക്കും മോയുടെ പിന്നിൽ നിന്ന് കളിച്ചത് നീയല്ലേ ലിയുന്റെ ഫോട്ടോഗ്രാഫ്സ് ഒക്കെ അവന് കൊടുത്തതും സോഷ്യൽ മീഡിയയിൽ സ്പ്രെഡ് ചെയ്യിപ്പിച്ചതും. എനിക്കിപ്പോ എല്ലാ കാര്യങ്ങളും ഏകദേശം മനസ്സിലായി എന്ന് പറയും. എന്താ സീനിയർ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഷായ്ക്ക് ഭയങ്കരമായിട്ട് ചിരി വരും. എന്റെ പൊന്നുമോളെ, നിന്നെ പോലെ ആക്ട് ചെയ്യാനായിട്ട് ഈ ലോകത്ത് വേറെ ആരുമില്ല. എന്തായാലും ഇത്രയും നാള് ബോയ്ക്ക് മാത്രമേ നിന്റെ മേത്ത് ഡൗട്ട് തോന്നിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പതേ എനിക്കും തോന്നി തുടങ്ങി. എന്റെ കണ്ണ് എപ്പോഴും ഇനി നിന്റെ മേത്തായിരിക്കും. എന്നെ എതിർത്ത് നീ എങ്ങനെയാണ് ലിയുന്റെ അടുത്തേക്ക് പോവുക എന്ന് ഞാനൊന്ന് കാണട്ടെ. എന്തായാലും മോളെ റെസ്റ്റ് എടുക്കെന്നും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് പോകും. ഇത് കണ്ടിട്ട് ഫേക്ക് നല്ല രീതിയിൽ കുരുപൊട്ടുന്നുണ്ട്. എല്ലാവരും എന്തിനാണ് ലിയുനെ മാത്രം സപ്പോർട്ട് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് ലിയുന്റെ മേത്ത് ഫേക്ക് ദേഷ്യം ഇപ്പൊ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്താല് ബോയും ലിയും കൂടി വർക്കൊക്കെ കഴിഞ്ഞ് സംസാരിച്ച് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നീ നിന്റെ അമ്മയുടെ അടുത്തൊരു താങ്ക്സ് പറയാം. ഒരു പെർഫ്യൂം സ്പ്രേയർ തന്നില്ലായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും കസ്റ്റമേഴ്സ് ഒക്കെ കിട്ടില്ലായിരുന്നു. എന്തായാലും എന്റെ വക ഒരു താങ്ക്സ് നീ നിന്റെ അമ്മയുടെ അടുത്ത് പറഞ്ഞേക്കെന്ന് പറയും. ആ അതിനെന്താ, ഞാൻ പറഞ്ഞേക്കാമല്ലോ. അതുമല്ലാണ്ട് നിന്നെ എന്റെ അമ്മക്ക് ഒരുപാട് ഇഷ്ടമാണ്. നിന്റെ കാര്യം എപ്പോഴും അമ്മ എന്റെ അടുത്ത് പറയും. ആ പിന്നെ ഒരു കാര്യം കൂടി പറയാനായിട്ട് ഞാൻ വിട്ടുപോയി. ഇന്നുണ്ടല്ലോ നീ ഒരു കലക്കിയിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. വരുന്ന ഓരോ തലമുറയും ഇനി ഇത് ഇൻസ്പയർ ചെയ്ത് മുന്നോട്ട് പോയിക്കോളും. നീ ആ ടൈമിന് അങ്ങനെയൊന്നും റിയാക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇനി വരുന്ന എല്ലാ ജൂനിയർ പെൺകുട്ടികൾക്കും ഇതേ അവസ്ഥ തന്നെ തുടർന്ന് പോയേനെ. ഇനി എന്തായാലും നിന്നൊരു ഇൻസ്പിറേഷൻ ആയിട്ട് എടുത്ത് നിന്റെ പാത പിന്തുടർന്ന് പോയിക്കോളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലിയു, എനിക്കും ഇപ്പോഴാണ് ഒരു കാര്യം റിയലൈസ് ആയത്. ഞാനൊരു പെൺകുട്ടീനെ കണ്ട എന്റെ കണ്ണുകൊണ്ട് തന്നെ അവരെ അടിമുടി നോക്കി അവർക്കൊരു റാങ്ക് കൊടുക്കും. അതും ഒരു തെറ്റാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഞാനും എല്ലാ പെൺകുട്ടികളെയും ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് കണ്ടത്. ഞാൻ ചെയ്തതും തെറ്റാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി എന്ന് പറയും. ഓ, അപ്പൊ നിന്റെ തെറ്റ് നീ മനസ്സിലാക്കിയില്ലേ? അതേപോലെ തന്നെ മറ്റുള്ളവരുടെ തെറ്റും നീ തിരുത്തി കൊടുത്തു. അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാം സോൾവ് ആയില്ലേ എന്ന് ബോയും ചോദിക്കും. ഇത് കേൾക്കുമ്പോൾ ലിയുന് വല്ലാത്ത ചിരിയൊക്കെ വരും. ഇത്രയും നാള് നീ ഒരു റൂഡായിട്ടുള്ള പേഴ്സൺ ആണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ നിന്റെ കൂടെ ഇടപഴകാനായിട്ട് തുടങ്ങിയപ്പോഴാണ് നീ സോഫ്റ്റ് ആണെന്ന് എനിക്ക് മനസ്സിലായത്. അതുമല്ലാണ്ട് ഇന്ന് നീ തല്ലുപിടുത്തത്തിലേക്ക് വിടാണ്ട് വായ കൊണ്ട് വഴക്കിട്ടില്ലേ, അതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞാൻ നിനക്ക് 100-ൽ 100 മാർക്ക് കൊടുക്കുമെന്നും പറഞ്ഞിട്ട് ഹീറോനെ നല്ല രീതിക്ക് പൊക്കിയടിക്കും. ഇത് കേട്ട് ബോയ്ക്കും വല്ലാത്തൊരു സന്തോഷമൊക്കെ വരും. അതിനുശേഷം ലിയോന്റെ അടുത്ത് നിനക്ക് വീട്ടിലേക്ക് പോവാനായിട്ട് ധൃതിയൊന്നും ഇല്ലെങ്കിൽ എന്റെ കൂടെ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ ലിയോന് ഷായുടെ അടുത്ത് നിന്ന് കോള് വരും. ആ ഷാ, നീയാണോ? അല്ല ഫേക്ക് എങ്ങനെയുണ്ട്? അവളുടെ ബോധം തെളിഞ്ഞോന്ന് ഇങ്ങനെ ചോദിക്കും. അവളിപ്പോ ഓക്കെയാണ്,
ഞാനിപ്പോ ഫെസ്റ്റിവൽ നടക്കുന്ന സ്ഥലത്തുണ്ട്, നീ ഇപ്പൊ എവിടെയാ ഉള്ളത്, ഞാൻ നിന്റെ അടുത്തേക്ക് വരാന്ന് പറയും. ആക്ച്വലി ഇപ്പോ ഇവിടെ ഒരു ഫയർ വർക്ക്സ് നടക്കുന്ന കാര്യം ഷായ്ക്കും അറിയാം. ഷായ്ക്കും ലിയോന്റെ കൂടെ ആ ഫയർ വർക്ക്സ് കാണണം. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോ ലിയോനെ അന്വേഷിക്കുന്നത് പോലും. ലിയോ ആണെങ്കിലോ എവിടെയാണെന്ന് പറയാൻ അറിയാണ്ട് മൊത്തം ഒന്ന് ചുറ്റി നോക്കും. ആ ടൈമിനാണ് ഒരു ബോർഡ് ശ്രദ്ധയിൽ പെടുന്നത്. ഞാൻ ദേ ഫാസ്റ്റ് ഡേറ്റിന്റെ അടുത്തുണ്ടെന്ന് പറയുമ്പോ തന്നെ ഒരുപാട് ഗേൾസ് ലിയോന്റെ അടുത്തേക്ക് ഓടി വരും. കിട്ടി കിട്ടി, നമ്മുടെ സ്പീഡ് ഡേറ്റിലേക്ക് ഒരു കസ്റ്റമറിനെയും കൂടി കിട്ടിയെന്നും പറഞ്ഞുകൊണ്ട് ലിയോനെയും പിടിച്ചുകൊണ്ടുപോയി ഒരു ചെയറിലേക്ക് ഇരുത്തും. ഇവിടെ ഇരിക്കുന്ന ആർക്കും പരസ്പരം അറിയാനൊന്നും പാടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഞങ്ങൾ ഒരു ഓഫർ തരുവാണ്. നിങ്ങൾക്ക് ഞങ്ങൾ ഒരു 8 മിനിറ്റ് തരാം. അതിനുള്ളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പരസ്പരം ഇഷ്ടപ്പെടുവാണെങ്കിൽ രണ്ടുപേർക്കും കൂടി ഡേറ്റ് ചെയ്യാം. നിങ്ങൾ ഭാഗ്യശാലികളായ കപ്പിൾസ് ആയിരിക്കും എന്നറിയും. ഇത് കേൾക്കുമ്പോൾ ലിയോന് ഷോക്കാകും. ദൈവമേ, ഞാൻ ഇവിടെ വന്ന് പെട്ടുപോയല്ലോ എന്നും പറഞ്ഞ് നിൽക്കാണ്. ആ ടൈമിന് ഒരു ആളും കൂടി ഇവിടെ കുറവാണല്ലോ, ഇനി എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ലിയോ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് കിറ്റ് ചെയ്യാം. അപ്പൊ 4 പേരുണ്ടല്ലോ, അപ്പൊ കറക്റ്റ് ആവില്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. അതൊന്നും വേണ്ട, ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ കസ്റ്റമറിനെ പറഞ്ഞൊന്നും വിടില്ല. ഒരാളും കൂടിയല്ലേ എന്തായാലും വരുമെന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ബോയ് അങ്ങോട്ടേക്ക് എത്തും. ദേ നമ്മുടെ കസ്റ്റമറിനെ കിട്ടിയല്ലോ, അതും ഹാൻസം ആയിട്ടുള്ള കസ്റ്റമർ ആണെന്നും പറഞ്ഞിട്ട് ബോയിനോട് അവിടെ ഇരിക്കാൻ പറയും. അങ്ങനെ ബോയും അവിടെ ഇരിക്കും. ഇത് കാണുമ്പോൾ ലിയോ, എന്തിനാടാ നീ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ഇങ്ങനെ ചോദിക്കും. നിനക്ക് എന്തായാലും ഇവിടെ നിന്ന് പെട്ടെന്ന് പോണല്ലോ, നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരുമിച്ച് ഈ ഗെയിം തീർത്തിട്ട് പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാന്ന് പറയും. അപ്പൊ തന്നെ ഗെയിമും സ്റ്റാർട്ട് ആകും. ദേ നിങ്ങൾക്കൊരു 8 മിനിറ്റ് തരുവാണ്. ഇതിൽ നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം അയാളോട് ഒരു ഐ ലൈക്ക് യു പറഞ്ഞിട്ട് നിങ്ങളുടെ ഡേറ്റിനായിട്ട് പോയിക്കോന്ന് പറയും. ഇത് കേട്ട ഉടനെ തന്നെ ബോയ് ലിയോനെ നോക്കി, എനിക്ക് ദേ ലിയോന് ഇഷ്ടമാണ്, ഐ ലൈക്ക് യു എന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോൾ ലിയോന്റെ ഹാർട്ടൊക്കെ ഭയങ്കരമായിട്ട് ഇടിക്കാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോ തന്നെ ആ സ്പീഡ് ഡേറ്റിലെ ആളുകളും ഭയങ്കര ഹാപ്പി ആകും. ദേ നമുക്കൊരു പുതിയ കപ്പിൾസിനെ കിട്ടിയിട്ടുണ്ട്, ഇവരാണ് സൂപ്പർ എന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ക്ലാപ്പ് ഒക്കെ ചെയ്യും. ഇത് കേൾക്കുമ്പോൾ ലിയോ ഭയങ്കരമായിട്ട് നെർവസ് ആകും. അങ്ങനെ ടേബിൾ മേലിരുന്ന ആ ഒരു ഡ്രിങ്ക് അവളുടെ മേത്തേക്ക് തട്ടിയിടും. ആ ടൈമിന് തന്നെ പോയും, എന്തായാലും ഞാൻ ഐ ലൈക്ക് യു പറഞ്ഞു, ഗെയിം ഓവർ ആക്കിയില്ലേ, ഞങ്ങളിതേ പോവാണെന്നും പറഞ്ഞിട്ട് ലിയോനെ പിടിച്ചു വലിച്ച് ബോയ് ഓടാനായിട്ട് തുടങ്ങും. ഇത് കാണുമ്പോ ലിയോ, നീ എങ്ങോടാണ് എന്നെയും കൊണ്ട് പോണത്, എനിക്ക് എന്റെ വീട്ടിൽ പോണോന്ന് പറയും. നിന്നെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കാം, ഫസ്റ്റ് നിന്റെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണ്ടേ, നമ്മുടെ ക്ലബില് ഒരു പേര് ഡ്രസ്സ് ഇരിക്കുന്നുണ്ട്, അത് നീ മാറ്റിയിട്ട് നമുക്ക് രണ്ടുപേർക്കും കൂടി വീട്ടിലേക്ക് പോവാന്നും പറഞ്ഞ് രണ്ടുപേരും കൂടി ക്ലബിന്റെ അകത്തേക്ക് ചെല്ലും. ലിയോ, ആ മൂലക്കൊരു ഡ്രസ്സ് ഇരിക്കുന്നുണ്ട്, നീ എന്തായാലും ചേഞ്ച് ചെയ്, നീ ചേഞ്ച് ചെയ്ത് വരുന്നവരെ ഞാൻ പുറത്ത് നിൽക്കാന്ന് പറയും. ഓക്കെ എന്നും പറഞ്ഞിട്ട് ലിയോ നടക്കും. ബോയ് ചെന്ന് ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് നോക്കുമ്പോ ഡോറ് ഓപ്പൺ ആവുന്നില്ല, അത് ലോക്കായി കിടക്കുവാണ്. അയ്യോ ദൈവമേ, ഇതെന്താ പറ്റിയത്, എനിക്ക് ഡോർ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല എന്ന് പറയും. അപ്പൊ തന്നെ ലിയോ, രാവിലെ മിമ്മി പറയുന്നുണ്ടായിരുന്നു ഈ ലോക്കിന് എന്തോ കംപ്ലൈന്റ് ആണെന്ന്, ഇനി നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കും. എന്തായാലും പേടിക്കണ്ട, ഞാൻ ആനിനെ കോൾ ചെയ്യാന്നും പറഞ്ഞിട്ട് ബോയ് ഫോൺ എടുത്തിട്ട് ആനിനെ കോൾ ചെയ്യും. പക്ഷെ ആ ടൈം കൊണ്ട് തന്നെ ബോയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോകും. എന്തായാലും നിനക്ക് വിളിക്കാൻ പറ്റിയില്ലെങ്കിൽ വേണ്ട, ഞാൻ വിളിക്കാന്നും പറഞ്ഞിട്ട് ലിയോവും ഫോൺ എടുക്കും. പക്ഷെ അവളുടെ ഫോണും സ്വിച്ച് ഓഫ് ആയി പോകും. അയ്യോ, ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഇനി എങ്ങനെ പുറത്തേക്ക് കടക്കൂന്ന് ഇങ്ങനെ ചോദിക്കും. എന്തായാലും നീ ആദ്യം പോയിട്ട് നിന്റെ ടീഷർട്ട് ചേഞ്ച് ചെയ്യും, ഞാനിവിടെ മാറി നിൽക്കാന്ന് പറയും. അങ്ങനെ തന്നെ പോയി മാറി ഒരു സ്ഥലത്ത് തിരിഞ്ഞു നിൽക്കും. അങ്ങനെ ലിയോവും ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോകും. ആ ഒരു ഗ്യാപ്പിൽ എന്തെങ്കിലും സംസാരിക്കണമല്ലോ എന്ന് വിചാരിച്ച് ബോയ് ആണെങ്കിലും, ഞാൻ കുഞ്ഞായിരിക്കുമ്പോ എന്റെ കാലിൽ ഒരു മുറിവ് പറ്റി, ആ ടൈമിന് വീട്ടിൽ ആരും തന്നെ ഉണ്ടായില്ല, അതുകൊണ്ട് തന്നെ വേദന എടുത്ത് ഒരുപാട് ഞാൻ കരഞ്ഞു. ആ ടൈമിനാണ് എന്റെ ഡാഡും വന്ന്, ആൺകുട്ടികൾ ഒരിക്കലും കരയാനായിട്ട് പാടില്ല, ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്ത് വെക്കണോന്ന് പറഞ്ഞു തന്നു. അതിനുശേഷം എന്റെ ഇമോഷൻസ് എല്ലാം ഞാൻ കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നു. ഇത്രയും വർഷങ്ങള് എന്റെ ഇമോഷൻസ് ഞാനൊന്നും ഇതുവരേക്കും പുറത്ത് കാട്ടിയിട്ടേ ഇല്ല. ആക്ച്വലി ആ ടൈമിന് നടന്ന കാര്യങ്ങൾ മാത്രമാണ് ഇത്രയും നാള് ഞാൻ ഫോളോ ചെയ്തു പോയത്. അതിനുശേഷം നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ മറന്നു പോയി എന്നും പറഞ്ഞ് ആ ടൈമിന് നടന്ന കാര്യങ്ങളൊക്കെ വീണ്ടും പറയാനായിട്ട് തുടങ്ങും. ഇതെല്ലാം ലിയോവും ഭയങ്കര ശ്രദ്ധയോടുകൂടി തന്നെ കേൾക്കുന്നൊക്കെയുണ്ട്. ഡാഡ് അങ്ങനെ പറഞ്ഞിട്ട് പോയതിനു ശേഷം എന്റെ അമ്മ എന്റെ അടുത്തേക്ക് വന്നു. ആ മുറിവില് എനിക്ക് വേദന ഉണ്ടായിരുന്നിട്ടും കരയാണ്ട് ഞാൻ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് നിൽക്കുമായിരുന്നു. എന്ത് പറ്റി, നിന്റെ മുറിവില് വേദനയുണ്ടോ, എന്താ നീ ഇങ്ങനെ കരയാണ്ടിരിക്കുന്നേന്ന് ഇങ്ങനെ ചോദിച്ചു. അപ്പോ ഞാനും ഡാഡ് വന്ന് പറഞ്ഞ കാര്യം അമ്മയുടെ അടുത്ത് പറഞ്ഞു. അമ്മയാണെങ്കിലോ അപ്പൊ തന്നെ വേദന എടുക്കുമ്പോ ആണെന്നില്ല പെണ്ണെന്നില്ല, കരയാനായിട്ട് തോന്നിയാൽ കരയണം, ഒരിക്കലും നമ്മുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് പാടില്ല. നമുക്ക് എന്താണോ ആവശ്യം അത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. നിനക്ക് കരയാൻ തോന്നിയാൽ കരയണം, ചിരിക്കാൻ തോന്നിയാൽ ചിരിക്കണം. ആരും നിന്റെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പാടില്ല, നിന്റെ ഇഷ്ടത്തിന് വേണം എല്ലാം ചെയ്യാനായിട്ടെന്ന് പറയും. അപ്പൊ തന്നെ പോയും, ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മ, എനിക്കൊരു പെർഫ്യൂമർ ആവണമെന്നാണ് ആഗ്രഹം, ഞാൻ ഈ കാര്യം
ഡാഡിന്റെ അടുത്ത് പറഞ്ഞപ്പോ അതെല്ലാം ഗേൾസിന്റെ ഏരിയ ആണ്, ബോയ്സ് ആ ഒരു സെക്ഷനിലേക്ക് പോവാറില്ല എന്നാണ്. പക്ഷെ എനിക്കാവണം, അപ്പൊ എനിക്ക് പെർഫ്യൂമർ ആവാനായിട്ട് പറ്റുമല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കും. ആ മോനെ, നിനക്ക് പറ്റും. പെർഫ്യൂം എന്നുള്ളത് ഗേൾസിന്റെ മാത്രം ഏരിയ അല്ല, അത് ആർക്ക് വേണേലും അടിക്കാം. ജെൻഡർ ഒന്നും അതിനൊന്നുമില്ല. നിനക്ക് അതാണ് ആഗ്രഹമെങ്കിൽ അത് നീ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകണം. ആരുടെയും വാക്ക് കേൾക്കാനേ നിൽക്കണ്ട, എല്ലാം നീ തന്നെ ഡിസൈഡ് ചെയ്യണോന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ബോയ്ക്കും ഭയങ്കര ഹാപ്പി ആയിട്ട് ഭയങ്കരമായിട്ടിരുന്ന് കരയും. ഇപ്പോ മുറിവ് പറ്റിയിട്ടുണ്ടല്ലോ, അതിന്റെ വേദനയിൽ ഭയങ്കരമായിട്ട് ഇരുന്ന് കരഞ്ഞിട്ടുണ്ടാകും. ഇതെല്ലാം ഇപ്പോ പറഞ്ഞിട്ട് ഞാൻ ആ ടൈമിനൊക്കെ എന്റെ അമ്മേനോടുള്ള ദേഷ്യത്തില് അമ്മ പറഞ്ഞു തന്ന നല്ല കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യാണ്ട് പോയി. ഇപ്പോഴാണ് ഇതൊക്കെ എനിക്ക് ഓർമ്മ വന്നേന്ന് പറയും. ആ ടൈമിന് ലിയുവും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ട് നിന്റെ അമ്മ പറഞ്ഞു തന്ന കാര്യങ്ങള് ഇപ്പോഴും നിന്റെ മനസ്സിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നീ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് പോലും ചൂസ് ചെയ്തത്. പക്ഷെ ആ കാര്യം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് നിനക്ക് സാധിച്ചില്ല. ആ ടൈമിന് മൊത്തം നിനക്ക് നിന്റെ അമ്മേനോടുള്ള ദേഷ്യമായിരുന്നു, അതല്ലേ സത്യം നിന്നെ ചോദിക്കും. അതെ, അതാണ് സത്യം. എനിക്ക് അമ്മേനോടുള്ള ദേഷ്യം കാരണം എന്റെ കണ്ണ് മൂടിയിരിക്കുമായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റിയത് നീ കാരണമാണ്. നീ ഇന്ന് നിനക്ക് വേണ്ട കാര്യം എല്ലാവരും കേൾക്കെ തുറന്നു പറഞ്ഞു. ആ ടൈമിനാണ് എനിക്ക് ഈ ഇൻസിഡന്റ് ഓർമ്മ വന്നത്. അതിന് നിന്റെ അടുത്ത് വേണം എനിക്ക് ആദ്യം താങ്ക്സ് പറയാനെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ലിയോന് ചെറിയ രീതിയിലൊക്കെ സന്തോഷമൊക്കെ വരുന്നുണ്ട്. അത് കഴിയുമ്പോ തന്നെ ലിയോ പിന്നെ ഒരു കാര്യം പറയാനായിട്ട് മറന്നുപോയി. നീയേ ആ ഒരു ഗെയിമിന്റെ ഭാഗമായിട്ടാണെങ്കിലും വെറുതെ എന്നെ ഇഷ്ടമാണെന്ന് നുണ പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയും. അപ്പൊ തന്നെ പോയും അതിന് ഞാൻ നുണയൊന്നും പറഞ്ഞതല്ല, എനിക്ക് നിന്നെ ശരിക്കും ഇഷ്ടമായത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ലിയോന് ഭയങ്കര ഷോക്കാകും. ആ ടൈമിനാണ് ബോയ്ക്കും റിയലൈസ് ആവുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ലിയോനെ ഇഷ്ടമാണെന്ന് തുറന്നു പറഞ്ഞല്ലോ. അതിന്റെ ആ ഒരു ഷോക്കില് ലിയോനെ തിരിഞ്ഞു നോക്കും. രണ്ടുപേരും ഷോക്കായിട്ട് പരസ്പരം നോക്കിക്കൊണ്ട് നിൽക്കും. ആ ടൈമിന് ഫയർ വർക്ക്സും സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോ ഇൻഡയറക്റ്റ് ആയിട്ടാണെങ്കിലും ബോയ് അവന്റെ ഉള്ളിലുള്ള സ്നേഹം ലിയോന്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെല്ലാമായിരിക്കും നടക്കാനായിട്ട് പോകുന്നത് എന്തായാലും വരുന്ന എപ്പിസോഡുകളിലൂടെ നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടുമായിട്ട് വരുന്നവരേക്കും ടാറ്റ ബൈ ബൈ, സീ യു.